പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു നവരത്ന പൊതുമേഖലാ സ്ഥാപനമാണ് റൈറ്റ്സ് ലിമിറ്റഡ് എന്നുള്ളത്. അതിന്റെ ഫുൾ ഫോം എന്നുള്ളത് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് എന്നുള്ളതാണ്. അവിടെ നിലവിലുള്ള എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിന്റെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമനം എന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പ്രതിവർഷം 5 ലക്ഷം രൂപ, അതായത് പ്രതിമാസം 45,000 രൂപ എടുത്ത് സാലറി ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും അത് നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ റൈറ്റ്സ് ലിമിറ്റഡ് എന്നുള്ളൊരു നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. അത് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ മെയിനായിട്ട് ട്രാൻസ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഈ പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് 2025 നവംബർ 26 മുതൽ ഡിസംബർ 25 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. സെലക്ഷന് വേണ്ടി ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. ആ റിട്ടേൺ ടെസ്റ്റ് ജനുവരി 11 നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് 4 റീജിയനായിട്ടാണ് വേക്കൻസികൾ ഉള്ളത്. അതിൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നിങ്ങനെ സൗത്ത് ഈസ്റ്റിലാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് ഒക്കെ സൗത്ത് റീജിയന് കീഴിലാണ് വരിക. റിട്ടേൺ ടെസ്റ്റ് എല്ലാ റീജിയനിലും സെയിം ടെസ്റ്റ് തന്നെ ആയിരിക്കും നടത്തുക എന്ന കാര്യം. എല്ലാ പോസ്റ്റിലേക്കും സെയിം സമയത്ത് തന്നെ ആയിരിക്കും, സെയിം ഡേറ്റിലും സെയിം ടൈമിലും ആയിരിക്കും പരീക്ഷ നടത്തുക. റിട്ടേൺ ടെസ്റ്റ് ആണ് അനുസരിച്ചാണ് നിയമനം. അതിൽ പല ബ്രാഞ്ചുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് പല സെക്ഷൻസ് ഉണ്ട്. മിനിമം 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫുൾ ടൈം സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് വേണ്ട യോഗ്യത. അസിസ്റ്റന്റ് മാനേജർ സിവിൽ എന്നുള്ളതാണ് പോസ്റ്റിന്റെ പേര്. 2 വർഷം എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം എന്ന കാര്യം, ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് നോർത്തിലേക്ക് 27, ഈസ്റ്റ് 31, വെസ്റ്റ് 33, സതേൺ റീജിയനിലെ 29 വേക്കൻസികളാണുള്ളത്. ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലുള്ളത് ഉള്ള വേക്കൻസികൾ നോർത്തില് 35 വേക്കൻസി ഏറ്റവും കൂടുതൽ എവിടെയാണ്. ഈസ്റ്റിൽ 4, വെസ്റ്റിൽ 8, സൗത്തിലും 8 വേക്കൻസിയാണ്. ഇതിനുവേണ്ടി യോഗ്യത ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇലക്ട്രോണിക്സിലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ പവർ സപ്ലൈയിലോ ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇതിലുള്ള ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ബിടെക് ബിരുദമാണ് വേണ്ട യോഗ്യത. അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ എന്നുള്ളതാണ് പോസ്റ്റ്. മിനിമം 2 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലാണ്. അതില് നോർത്തില് 5 വേക്കൻസി, ഈസ്റ്റ് 1, വെസ്റ്റ് 1, സതേൺ റീജിയനിലെ 3 വേക്കൻസി ഉണ്ട്. അതിനുവേണ്ടി യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, പവർ സപ്ലൈ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ 2 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത സ്ട്രീം മെക്കാനിക്കലാണ്. മെക്കാനിക്കലിലെ വേക്കൻസികളുടെ എണ്ണം നോർത്തിൽ 60 വേക്കൻസികളുണ്ട്, ഈസ്റ്റിൽ 47, വെസ്റ്റിൽ 28, സതേൺ റീജിയനിൽ 15 വേക്കൻസികളുള്ളത്. വേണ്ട യോഗ്യത ബിടെക് ബിരുദമാണ്. ഫുൾ ടൈം ബിടെക് ബിരുദം, അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും റിലേറ്റഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പോലെയുള്ള റിലേറ്റഡ് ഏരിയാസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 2 വർഷത്തെ പ്രതിപരിചയം ബന്ധപ്പെട്ട മേഖല ഉണ്ടായിരിക്കണം. അടുത്ത മെറ്റലർജിയാണ്. മെറ്റലർജി പോസ്റ്റിലേക്ക് നോർത്തിൽ 8, ഈസ്റ്റ് 4, വെസ്റ്റ് 12, സതേൺ റീജിയനിൽ 2 വേക്കൻസിയാണുള്ളത്. വേണ്ട യോഗ്യത ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി മെറ്റലർജി എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലേഴ്സ് ബിരുദവും 2 വർഷം പ്രവൃത്തിയാണ് വേണ്ട യോഗ്യത. അടുത്തത് കെമിക്കലാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് വേക്കൻസികളുള്ളത് നോർത്തിൽ 3, ഈസ്റ്റിൽ 4, വെസ്റ്റിൽ 3, സൗത്തിൽ 1 ആണ്. അങ്ങനെ വേണ്ടത് ഫുൾ ടൈം കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി, പോളിമർ സയൻസ്, പോളിമർ എഞ്ചിനീയറിംഗ്, പ്ലാസ്റ്റിക് ടെക്നോളജിയിലുള്ള ബിരുദമാണ്. 2 വർഷം പ്രവൃത്തി ഉണ്ടായിരിക്കണം. അടുത്ത ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ്. അതിൽ ബിടെക്, കമ്പ്യൂട്ടർ സയൻസ്, IT, MCA ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. നോർത്തിൽ 1 വേക്കൻസിയാണുള്ളത്. മറ്റു റീജിയന് വേക്കൻസികളില്ല. നോർത്തിൽ 12 വേക്കൻസി, വെസ്റ്റിൽ 1, സൗത്തിൽ 1 വേക്കൻസിയുള്ളത്. അടുത്ത ഫുഡ് ടെക്നോളജിയാണ്. ബിടെക് ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബയോടെക്നോളജി, ഫുഡ് പാക്കേജിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. നോർത്ത് 3, എല്ലാ സോണിലും റീജിയനിലും 3 വേക്കൻസികളാണുള്ളത്. അടുത്ത ഫാർമയാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫാർമസി, B.Pharm ബിരുദവും 2 വർഷം പ്രവൃത്തി വരെ. എല്ലാത്തിനും 2 വർഷം പ്രവൃത്തി വരെയും ചോദിച്ചു മിനിമം അതുണ്ടായിരിക്കണം. അതിൽ വെസ്റ്റിൽ 2 വേക്കൻസി ആണ് ഉള്ളത്. ആകെ എത്ര വേക്കൻസികളാണുള്ളത്. അപ്പൊ ഇതിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ എന്ന പോസ്റ്റിലായിരിക്കും നിയമനം. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള 40 വയസ്സാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ആ 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉദ്ദേശിക്കുക. എന്നാൽ SC/ST കാരായുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 50% മാർക്ക് മതിയാവും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ ഏജ് റിലാക്സേഷനും അതുപോലെ റിലാക്സേഷൻ അപ്പോയിന്റ്മെന്റിലും ലഭിക്കും എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്.
അതിലേക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂ. റിട്ടേൺ ടെസ്റ്റ് 125 ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയായിരിക്കും. അതിനുശേഷം അതിൽ സെലക്ട് ചെയ്യപ്പെടുന്നവർ, ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ ആണ് പിന്നീട് നടക്കുക. റിട്ടേൺ ടെസ്റ്റിന്റെ വെയിറ്റേജ് 60%, ഇന്റർവ്യൂ 40% ഉൾപ്പെടെ അങ്ങനെ 100% തയ്യാറാക്കിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ ഇവിടെ മനസ്സിലാക്കുക. നേരത്തെ തന്നെ പറഞ്ഞു, കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പ്രോജക്റ്റിലേക്കാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പ്രോജക്റ്റിന്റെ തീരുന്നവരെയായിരിക്കും അപ്പോയിന്റ്മെന്റ്. മാത്രമല്ല അതിനുശേഷം നമുക്ക് റൈറ്റ്സിൽ ജോലി കിട്ടുമെന്നുള്ള അങ്ങനെയുള്ള സ്കോപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ശമ്പളത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ എന്നുള്ളതാണ്. ബേസിക് പേ 28,340 രൂപയായിരിക്കും. ഗ്രോസ് മന്ത്ലി സാലറി 40,478 രൂപ പ്രതിവർഷം. CTC ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് കമ്പനിയായിട്ട് 5 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം പ്രതിവർഷം ലഭിക്കും. മാസം 42 മുതൽ 45 വരെ ശമ്പളം ലഭിക്കും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ് ഒക്കെ 600 രൂപയാണ്. എന്നാൽ എക്കണോമിക്കലി വീക്കർ സെൻസ് ഉള്ളവർക്കും SC ST ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ 300 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകിയാൽ മതിയാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സംശയം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. 01133555700 എന്ന നമ്പറിൽ വിളിച്ചിട്ട് എക്സ്റ്റൻഷൻ കോഡ് 13221 വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഇമെയിൽ അടിച്ചാണെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് pq.service@hdfc.bank.in എന്നുള്ള ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പറ്റും. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നത്? അവിടെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ. https://www.rights.com എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ അത് നമുക്കൊരു സിസ്റ്റം ജനറേറ്റഡ് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. അത് നമ്മൾ കീപ്പ് ചെയ്യുക. അതുപോലെ അതിനുശേഷം ബാക്കി ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈനലായിട്ട് ഫീസ് അടച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ 10ാം ക്ലാസ്സിലെ ഏജ് പ്രൂഫ് ചെയ്യുന്ന 10ാം ക്ലാസ്സിലെ മാർക്സും മറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പാൻ കാർഡിന്റെ കോപ്പി, ID പ്രൂഫിന് ഏതെങ്കിലും ഫോട്ടോ പതിച്ച ID പ്രൂഫിന്റെ കോപ്പിയും എക്സ്പീരിയൻസ് ഉള്ള അതിന്റെ കോപ്പി, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഫോഴ്സിലൊന്നും അയക്കേണ്ട ആവശ്യമില്ല എന്നാലും പ്രത്യേകം ഓർമ്മിക്കുക. സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റിന് നടത്തുന്ന ഞാൻ ഡേറ്റ് പറഞ്ഞു 2026 ജനുവരി 11 ആയിരിക്കും സെന്റർ. അതില് കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ ഇല്ല. നമ്മുടെ അടുത്തുള്ള സെന്ററിൽ ഹൈദരാബാദ് ഉണ്ട്, ചെന്നൈ ഉണ്ട്, ബംഗളൂരു ഉണ്ട്. അത് മാത്രമാണ് കേരളത്തിന് അടുത്തുള്ള സെന്ററുകൾ. ഇന്റർവ്യൂ ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുള്ള സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ വെബ്സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യാൻ പ്രത്യേകം. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ ആ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും വളരെ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. താല്പര്യമുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക്